അതിങ്ങനെ കസരത്തൊക്കെ ചെയ്തിരുന്നാൽ മതിയോ? ഉള്ളിലേക്ക് വല്ലതും പോകണ്ടേ? മൺഡേ ടു ഫ്രൈഡേ എല്ലാവർക്കും ഒരു ഓട്ടപ്പാച്ചിലായതുകൊണ്ട് ശനിയും ഞായറും കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ്. അതായത് നമ്മളുടെ നാടൻ ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, വെള്ളയപ്പം ഇതൊക്കെയാണ് ശനി ഞായർ ദിവസങ്ങളിൽ. മൺഡേ ടു ഫ്രൈഡേ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയ മെനക്കെടാൻ ഞാൻ നിൽക്കാറില്ല. കഴിക്കാണ്ട് പോകുമ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിലുള്ള സ്പെഷ്യലാണ് ഈ ഇഡ്ഡലി, ദോശ, ബാക്കിയുള്ള നമ്മളുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. എൻ്റെ ദോശ ആയതുകൊണ്ട് പറയല്ല, അതായത് ഞാൻ ഉണ്ടാക്കുന്ന ദോശ ആയതുകൊണ്ട് പറയല്ല. നല്ല സൂപ്പർ ദോശയും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. രണ്ടിനും സെയിം ബാറ്ററാണ് കേട്ടോ. ഇഡ്ഡലിക്ക് വേറെ ബാറ്റർ, ദോശയ്ക്ക് വേറെ ബാറ്റർ, ഇങ്ങനെയൊന്നുമില്ല. രണ്ടിനും ഒരേ ബാറ്ററാണ്. അതുകൊണ്ട് ദോശ നന്നാവാതിരിക്കില്ല, ഇഡ്ഡലി സോഫ്റ്റ് ആവാതിരിക്കില്ല. നല്ല സൂപ്പർ സോഫ്റ്റ് ഖുഷ്ബു ഇഡ്ഡലിയും നല്ല ക്രിസ്പി ഇതുപോലത്തെ നല്ല തിന്ന ദോശയും കിട്ടും. അപ്പോൾ ഇതാ റെസിപ്പി ഞാൻ എടുക്കാറുള്ളത് 2 കപ്പ് ഇഡ്ഡലി റൈസിന് 1 കപ്പ് ഉഴുന്ന്, പിന്നെ 1 കപ്പ് എടുത്തിട്ട് അതിൽ പകുതി അവലും പകുതി തലേദിവസത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതും എടുക്കും. ഇതെല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല ഡാൻസ് കളിക്കുന്ന മാവ്, അതായത് മാവ് എണീറ്റ് ഡാൻസ് കളിക്കുന്നല്ല ഉദ്ദേശിച്ചത്. മാവ് എന്ത് ചെയ്യും, നമ്മൾ തവിയോണ്ട് ഇങ്ങനെ തൊടുമ്പോൾ നല്ല ഡാൻസ് ചെയ്യുന്ന മാവ് കിട്ടും. ഈ ബാറ്ററുകൊണ്ട് ദോശ ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും സംഭവം സൂപ്പറാണേ. ആഹാ, നല്ല വട്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ ദോശ. ഈ ദോശ മസാല ദോശ ഉദ്ദേശിച്ചുകൊണ്ട് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും പിന്നെ തേങ്ങാ ചട്നി ഇതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് നല്ല കുശാലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വയറും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നല്ല, നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ജീവിക്കണം അല്ലേ? ഈ പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയിലേക്ക് പോകാൻ. ദൈവമേ, തീരുമ്പോൾ പണി തരാം. ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ? അടുത്ത പണി എന്ന് പറഞ്ഞത് ക്ലീനിങ് ആണ് കേട്ടോ. അതായത് ഇവിടെ സിറ്റ് ഔട്ടല്ലേ, നമ്മൾ ചൂട് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് നമ്മൾ കുറച്ചൊന്ന് റെഡിയാക്കി വയ്ക്കും. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കാനും നമ്മൾ സിറ്റ് ഔട്ട് ഇപ്പോൾ കുറച്ച് പൊടിയുള്ളതുകൊണ്ട് പൊടിയൊക്കെ ക്ലീനാക്കി നമ്മൾ ചൂടിനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ടാസ്ക്. ഇതൊക്കെ കഴിച്ച് ശക്തിയൊക്കെ വന്നിട്ട് വേണം ഇനി അടുത്ത പണിയിലേക്ക് പോകാൻ. ഈ കുട്ടിക്കെന്താ ദോശയൊന്നും വേണ്ടേ? കുട്ടിക്കെന്താ ഇങ്ങനെ നാടനായിട്ടിരിക്കുന്ന ദോശയും വീട്ടിലൊന്നും ഇഷ്ടമില്ലാന്നുണ്ടോ? കഴിച്ചു തുടങ്ങിക്കോളും. സ്റ്റാർട്ടിങ് ട്രബിളാണ്, കുറച്ച് ഞാൻ ശരിയാക്കും. ചവിക്കണു. ആഹാ.